അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും പ്രാതല്ലേ, സന്തോഷത്തിലല്ലേ? അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ക്ലാസിന്റെ നോട്ട്സ് എല്ലാവരും കിട്ടിക്കൊണ്ടുവരും അല്ലേ? പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ച എല്ലാവരും? ശ്രദ്ധിച്ചിരുന്നു. ഏകദേശം നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസിന്റെ ഒരു രൂപമാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത് നമ്മൾ പഠിക്കുന്നത് വുളു മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ച്. വുളു മുറിയുന്ന കാര്യങ്ങൾ 5 കാര്യങ്ങൾ കൊണ്ട് വുളു മുറിഞ്ഞു പോകും. വുളു അത്യാവശ്യം നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വുളു വേണം എന്ന് നമ്മൾ പറഞ്ഞു. താഴെ നമ്മൾ വുളു ഇല്ല നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾക്കെല്ലാം വുളു ആവശ്യമാണ്. അപ്പൊ വുളു നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് വുളു ഇല്ലാതാകുന്നത്? ഒന്ന്, മലമൂത്ര ദ്വാരങ്ങളിൽ നിന്നും ഇന്ദ്രിയമല്ലാത്ത എന്തെങ്കിലും പുറപ്പെടൽ. മുൻപിൻദ്വാരങ്ങളിൽ നിന്നും എന്തെങ്കിലും പുറപ്പെട്ടാൽ, എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ കീഴ്വായു പുറപ്പെട്ടു, ഇതെല്ലാം പുറപ്പെട്ടാൽ വുളു മുറിയുന്നതാണ്. ഇന്ദ്രിയം പുറപ്പെട്ടാൽ ഒന്നും മുറിയുകയില്ല, ബാക്കിയെല്ലാം ഒന്നും മുറിയും. അപ്പോ വുളുവുള്ള ആളെ സംബന്ധിച്ചിടത്തോളം മുൻ പിൻദ്വാരങ്ങളിൽ നിന്നും എന്തെങ്കിലും പുറപ്പെട്ടാൽ മുൻപിൻ ദ്വാരങ്ങളിൽ നിന്നും എന്തെങ്കിലും പുറപ്പെട്ടാൽ വുളു മുറിയും. ഉദാഹരണമായിട്ട് കീഴ്വായു പുറപ്പെട്ടു, അല്ലെങ്കിൽ വിസർജ്യ വസ്തുക്കൾ എന്തെങ്കിലും പുറപ്പെട്ടു, രക്തം പുറപ്പെട്ടു, ഒരു അസുഖം എന്നുള്ള നിലയിൽ, ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം വുളു മുറിയുന്നതാണ്. പക്ഷെ ചിലപ്പോൾ വുളു മുറിഞ്ഞതായിട്ട് തോന്നും ചില ആളുകൾക്ക്, പക്ഷെ യഥാർത്ഥത്തിൽ വുളു മുറിഞ്ഞുണ്ടാകുന്നു. അത് സ്ഥിരമായിട്ട് അങ്ങനെ ഒരു അസ്വസ്ഥത, ഒരു വസ്വാസ് എന്നതിനെ കുറിച്ച് പറയാം. ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ട് വുളു നഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കേണ്ടതില്ല. അങ്ങനെ ചില അവസ്ഥകൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായെങ്കിൽ അതിന്റെ പേരിൽ വുളു മുറിഞ്ഞു എന്ന് വിചാരിക്കേണ്ടതില്ല. ആ വിഷയത്തിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. രണ്ടാമത്തത്, പൃഷ്ഠഭാഗം തറയോട് ചേർത്ത് വെക്കാതെയുള്ള ഉറക്കം. ഉറങ്ങിയാൽ വുളു മുറിഞ്ഞു പോകും. ഒരാൾ വുളു എടുത്തതിന് ശേഷം സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് കുറച്ചു നേരം കിടന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് എഴുന്നേക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അല്പനേരം ഒന്ന് കിടന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ വുളു എടുക്കേണ്ടതുണ്ട്. പക്ഷേ പൃഷ്ഠഭാഗം തറയോട് ചേർത്ത് വെച്ചിട്ടുള്ള ഉറക്കം, ഉദാഹരണമായിട്ട് ഈ ചമ്രം പടഞ്ഞിരുന്ന ഒരാൾ ഉറങ്ങി. അപ്പോ സാധാരണഗതിയിൽ കീഴ്വായു പുറപ്പെടാനുള്ള സാധ്യത ഇല്ല ഈ സാഹചര്യത്തിൽ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഉറക്കം കൊണ്ട് ഒന്നും മുറിയില്ല. പക്ഷെ ഈ ഉറക്കത്തിൽ ഉറക്കത്തിന്റെ ആധിക്യം കൊണ്ട്
ആള് ചരിഞ്ഞു പോയി, പൃഷ്ഠഭാഗം നിലത്ത് നിന്ന് ഉയർന്നു, അല്ലെങ്കിൽ മുമ്പോട്ട് കൂടുതൽ ചാഞ്ഞു, അല്ലെങ്കിൽ കാല് കുത്തിയിരുന്നാണ് ഉറങ്ങുന്നത്. ഈ സാഹചര്യത്തിലൊക്കെ കീഴ്വായു പുറപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും. ആ സാധ്യത കീഴ്വായു പുറപ്പെടാനുള്ള സാധ്യമാകുന്ന ഒരവസ്ഥയിലാണ് ഇവൻ ഉറങ്ങുന്നത് എങ്കിൽ ആ ഉറക്കം കൊണ്ട് ഒന്നുമുറിഞ്ഞു പോകും. അപ്പൊ കീഴ്വായു പുറപ്പെടാനുള്ള സാധ്യതയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഉറങ്ങി, പക്ഷെ കീഴ്വായു പുറപ്പെട്ടതായിട്ട് തനിക്ക് കുറച്ചുറങ്ങി, ഉറക്കത്തിന്റെ പ്രാരംഭ അവസ്ഥ ഉണ്ടായി, പക്ഷെ കീഴ്വായു പുറപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. പക്ഷെ ഇതുകൊണ്ട് ശരിയാക്കി ഒന്നും മുറിഞ്ഞു പോകുന്നതാണ്. അപ്പൊ ഉറക്കം തന്നെയാണ് കാരണം. കീഴ്വായു പുറപ്പെട്ടോ ഇല്ല എന്നുള്ളതല്ല, ഉറക്കത്തെ തന്നെ നമ്മളൊരു കാരണമാക്കിയിട്ടുണ്ട്, ഒരു കാരണമായിട്ടാണ് ഷറായി പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനകത്ത് ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. ഏതാ? പൃഷ്ഠഭാഗം ഇരിക്കുന്ന സ്ഥലത്തോട് പൂർണ്ണമായും ചേർത്ത് വെച്ചിട്ട് ഉറങ്ങുന്ന ഉറക്കം കൊണ്ട് ഒന്നു മുറിയുകയില്ല. മൂന്നാമത്തെ കാര്യം, മുതിർന്നവരും സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ മറയില്ലാതെ സ്പർശിക്കുക. ഒരു സ്ത്രീ അന്യപുരുഷനെ, അല്ലെങ്കിൽ ഒരു പുരുഷൻ അന്യ സ്ത്രീയെ. പുരുഷൻ സ്ത്രീ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പ്രായപൂർത്തിയായവരാണ്. പ്രായപൂർത്തി എന്ന് പറയുമ്പോൾ ഷറയിൽ പ്രായപൂർത്തിയാകുന്നതിന് പരിധി നമുക്കറിയാം. നമ്മുടെ നിയമപ്രകാരം 18 വയസ്സാകുക എന്നുള്ളതല്ല പ്രായപൂർത്തി എന്നുള്ളത്. പ്രായപൂർത്തി എന്നുള്ളത് ഏകദേശം 15 വയസ്സ്, അല്ലെങ്കിൽ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്ഖലനം ഉണ്ടാകുന്ന, എന്തിനേയും പുറപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുക. പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹൈൽ ഉണ്ടാകുന്ന, അതായത് ആർത്തവം ഉണ്ടാകുന്ന പ്രായമലി ആർത്തവം പുറപ്പെടുക. ഇതൊക്കെയാണ് അതിന്റെ പരിധി. അപ്പൊ ഇങ്ങനെയുള്ള അതാണ് മുതിർന്നവർ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ മുതിർന്നവരും അന്യരുമായ, അന്യരെന്ന് പറഞ്ഞാല് നമുക്കറിയാം, അന്യരെന്ന് പറഞ്ഞാല് വിവാഹബന്ധം അനുവദിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അവർ തമ്മിൽ വിവാഹബന്ധം അനുവാദമുണ്ട്, ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ ഇവരുടെ തൊലി നമ്മൾ സ്പർശിച്ചാൽ, മറയില്ലാതെ സ്പർശിച്ചാൽ ഒന്നും മുറിയും. അത് വൈകാരിക ചിന്തയോടുകൂടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു താല്പര്യത്തോടുകൂടെ തൊട്ടതാണ് ആകട്ടെ, അല്ലാതെ എന്താണെങ്കിലും ഒന്നു മുറിഞ്ഞു പോകുന്നതാണ്. അപ്പൊ അന്യര് എന്ന് പറയുമ്പോൾ തൊട്ട് നമ്മൾ പറഞ്ഞു, ഒറ്റ വാക്കിൽ പറയാം, വിവാഹബന്ധം അനുവദിക്കപ്പെടുന്ന ആളുകളാണ് അന്യര് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് സഹോദരി, ഉമ്മ, ഉമ്മയുടെ സഹോദരി, വാപ്പയുടെ സഹോദരി, സഹോദരിയുടെ പുത്രി, ഇങ്ങനെ പോകുന്ന, അല്ലെങ്കിൽ സഹോദരന്റെ പുത്രി, ഇങ്ങനെ പോകുന്ന ആളുകളെല്ലാം വിവാഹം ഹറാമായിട്ടുള്ള ആളുകളാണ്. ഇവരെ തൊട്ടാൽ ഒന്നും മുറിയുകയില്ല. അതല്ലാത്ത ആളുകളെ തൊട്ടാൽ, ഉദാഹരണമായിട്ട് ഉമ്മയുടെ സഹോദരിയുടെ മകൾ, ഇളയമ്മയുടെ മകള്, കൊച്ചുമ്മയുടെ മകള്, അല്ലെങ്കിൽ വാപ്പയുടെ സഹോദരിയുടെ മകള്, ഇവരെല്ലാം വിവാഹബന്ധം അനുവദിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അവരെ തൊട്ടാൽ ഒന്നു മുറിഞ്ഞു പോകുന്നതാണ്. മറയില്ലാതെ സ്പർശിക്കലാണ് ഒന്നു മുറിയാനുള്ള. മറയുടെ മുകളിലൂടെ തൊട്ടു ഇതുകൊണ്ട് അല്ലെങ്കിൽ തൊട്ടുപോയി, ഈ സാഹചര്യത്തിൽ ഒന്നു മുറിയുകയില്ല. ഒരാൾക്ക് സംശയം, ഞാൻ എങ്ങനെ ഒരാൾ തൊട്ടോ ഇല്ലേ എന്നുള്ളത്, ഉദാഹരണമായിട്ട് ഷാഫി മദ്ഹബ് അനുസരിച്ച് ഭാര്യയെ തൊട്ടാലും ഒന്നു മുറിയും. ഭാര്യയെ തൊട്ടോ ഇല്ലേ എന്ന് സംശയം അടിസ്ഥാനമാക്കേണ്ടതില്ല. സംശയം കൊണ്ട് ഒരു നിയമവും നമുക്ക് സ്ഥിരീകരിക്കപ്പെടുകയില്ല. അപ്പൊ അതുകൊണ്ട് സംശയമുണ്ടായി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. ഉറപ്പ് ഉണ്ടായാലാണ് എന്താണ് ഒന്നു മുറിയുന്നത്. തൊലി തമ്മിൽ ചേരലാണ്. തലമുടിയിൽ തൊട്ടു കുഴപ്പമില്ല, ഒന്നും മുറിയില്ല. വസ്ത്രത്തിന്റെ മുകളിൽ തൊട്ടു, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഒന്നും മുറിയുകയില്ല. അടുത്തത്, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കാട്ടോ. സംശയമുള്ളത് വേണമെങ്കിൽ ഇടയ്ക്ക് ചോദിക്കാം, അവസാനം ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇടയ്ക്ക് സംശയം വരും, പിന്നെ അത് അവസാനം ചിലപ്പോൾ മറന്നുപോകും, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ഇടയ്ക്ക് ചോദിക്കുന്നതിന് കുഴപ്പമില്ല, നമ്മുടെ ഒരു ക്ലാസ് ആണല്ലോ. അപ്പോ നാലാമത്തത്, ലഹരിയോ മറ്റോ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടും. ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്നു ലഹരി ഉപയോഗിച്ചിട്ട്, അല്ലെ അതുപോലെ എന്തെങ്കിലും കാരണം, അത് അധർമ്മമായിട്ടാവട്ടെ, തെറ്റായിട്ടാവട്ടെ, തെറ്റല്ലാത്ത രീതിയിലുള്ള ബോധക്കേടുണ്ടായ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പൊതു സംഭവിച്ചാൽ പൊതു അതുകൊണ്ട് നഷ്ടപ്പെടുന്നതാണ്.
പിന്നെ അത് തെറ്റായ കാര്യത്തിലൂടെ, ഉദാഹരണമായിട്ട് കള്ളു കുടിച്ചു പോയി, അങ്ങനെ ആവട്ടെ, അല്ലെങ്കിൽ ബോധക്ഷയം വന്നു പോയി, ഇതുകൊണ്ടെല്ലാം എന്ത് ചെയ്യും? വുളു നഷ്ടപ്പെടുന്നതാണ്. അഞ്ചാമത്തത്, മനുഷ്യന്റെ ഗുഹ്യഭാഗത്ത് കൈപ്പള്ള കൊണ്ട് സ്പർശിക്കും. ഗുഹ്യഭാഗത്ത്, സ്വന്തം ഗുഹ്യഭാഗത്താകട്ടെ അല്ലെങ്കിൽ മറ്റൊരാളുടേതാകട്ടെ, എന്താണെങ്കിലും വുളു മുറിയുന്നതാണ്. ഗുഹ്യഭാഗം എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രത്യുൽപാദന അവയവം അഥവാ ലിംഗം ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂത്രദ്വാരത്തിന്റെ ഭാഗത്തുള്ള ആ പ്രദേശമാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മുകളിലോ സൈഡിലോ ഭാഗത്ത് തൊട്ടാലോ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വൃഷ്ണത്തിൽ തൊട്ടാലോ വുളു മുറിയുകയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചോളം. ദീനിന്റെ ഷറഈന്റെ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ തുറന്ന് വ്യക്തമായിട്ട് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് പറയാണ്, സംശയമുള്ളവർക്ക് ചോദിക്കുകയും ചെയ്യും. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം മെസ്സേജ് അയച്ചു വരുന്നത് ചോദിക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് വുളു മുറിയുന്ന കാര്യങ്ങൾ. ഗുഹ്യഭാഗം എന്ന് പറയുന്നത് മുൻദ്വാരവും പിൻദ്വാരവും പെടും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മലദ്വാരത്തിന്റെ ഭാഗത്ത് മലദ്വാരത്തിന്റെ ആ ദ്വാരഭാഗത്ത് തൊട്ടാൽ വുളു മുറിഞ്ഞു പോകുന്നതാണ്. അതുപോലെ മുൻഭാഗത്ത് ലിംഗം, അതുപോലെ യോനിയുടെ മൂത്രദ്വാരത്തിന്റെ ആ ഭാഗം, ഈ ഭാഗത്ത് തൊട്ടാൽ എന്ത് ചെയ്യും? വുളു മുറിഞ്ഞു പോകുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ വുളു ഇല്ലാത്തവർക്ക് നിഷിദ്ധമായ കാര്യങ്ങളാണ്. വുളു ഇല്ലാത്തവർക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ 4 കാര്യങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമസ്കാരം. ഒന്നുമില്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അതിന് താഴെ പറയുന്നുണ്ട് തയമ്മും ചെയ്യൽ. തയമ്മും ചെയ്തതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പറഞ്ഞു അല്ലെ? അപ്പോ തയമ്മും ചെയ്ത് നിസ്കരിക്കാം. ഇനി ഒരാൾക്ക് തയമ്മും ചെയ്യാനും എന്താണ് പറ്റുന്നില്ല, ഒന്നു കൊടുക്കാനും പറ്റുന്നില്ല, എന്താ ചെയ്യാം? ഉദാഹരണം, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ട്രെയിനിലാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്, ഒന്നു കൊടുക്കാൻ പറ്റുന്നില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ, ICU റൂമിലാണ്, അല്ലെങ്കിൽ അതുപോലുള്ള ഒറ്റപ്പെടുന്ന സ്ഥലത്താണ്, ഒരു സഹായം ആരും കിട്ടുന്നില്ല. ഈ സമയത്ത് ഒന്നു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല, തയമ്മം ചെയ്യാനും നിവൃത്തിയില്ലെങ്കിൽ ചെയ്യേണ്ടത് തൽക്കാലം ഒന്നുമില്ലാതെ തന്നെ നമസ്കരിക്കാൻ വേണം. ഒന്നുമില്ലാതെ തന്നെ നമസ്കരിക്കാം. ഫാഖിദ് തഹൂറൈൻ എന്നാണ് ഫിഖിന്റെ ഫുഖഹാക്കൾ അതിന് പറയുന്നത്. ഫാഖിദു തഹൂറൈൻ, അതായത് ഒന്നു കൊടുക്കാനുള്ള 2 വസ്തുക്കളും വെള്ളവും മണ്ണും കിട്ടാത്ത ആൾ എന്നാണ് എന്ത് ചെയ്യാ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആള് നിലവിൽ നമസ്കരിക്കണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? നിസ്കാരം ഒന്നു കൊടുക്കാനുള്ള സന്ദർഭം കിട്ടിയാൽ, വെള്ളം കിട്ടിയാൽ കഴിയും വേഗം ഒന്നു എടുത്തിട്ട് നമസ്കാരം മടക്കണം, വീണ്ടും നമസ്കരിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമസ്കാരം എന്ന് പറയുന്നത് ഒന്നുമില്ലാതെ, മൊത്തത്തിൽ പറഞ്ഞാൽ ഒന്നുമില്ലാതെ നമസ്കരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വെള്ളവും കിട്ടുന്നില്ല ഒരാൾക്ക്, തയമ്മം ചെയ്യാൻ മണ്ണും കിട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നമസ്കരിക്കാവുന്നതാണ്. ആ പവിത്രത, ആ സമയത്തിന്റെ പവിത്രതയുടെ പേരിൽ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നമസ്കാരം കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്താണ്? സമയ നിർമ്മിതമായ ഒരു പ്രധാനപ്പെട്ട ആരാധനയാണ്, ഇബാദത്താണ് നമസ്കാരം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഷരീഫിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമയബന്ധിതമായ, സമയം കഴിഞ്ഞു കടക്കുന്നതിന് മുമ്പ് നമസ്കരിക്കുക എന്ന ആ കർത്തവ്യം നിർവഹിച്ചിരിക്കണം നിർബന്ധമായിട്ട്. അപ്പൊ ആ സമയത്തിന്റെ പവിത്രതയുടെ പേരിൽ നമസ്കരിച്ചേക്കുക, എന്നിട്ട് പിന്നെ ഖളാ. അങ്ങനെ നമ്മൾ തിലാവത്തിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദിനും നമസ്കാരത്തിന് ആവശ്യമായ എല്ലാ നിബന്ധനകളും ബാധകമാണ്. തിലാവത്തിന് സുജൂദ് ചെയ്യാൻ ഒതു വേണം, കിബിലക്ക് തിരിയണം, ഔറത്ത് മറക്കണം. ഇങ്ങനെ നമസ്കാരത്തിന് പറയപ്പെട്ടിട്ടുള്ള എല്ലാ നിബന്ധനകളും വേണം തിലാവത്തിന് സുജൂദ്. മറ്റൊന്ന് തവാഫാണ്. തവാഫ് ചെയ്യുന്നതിന് ഒതു നിർബന്ധമാണ്. തവാഫിനിടയിൽ ഒതു നഷ്ടപ്പെട്ടു പോയാൽ എവിടെ വരെയാണോ എത്തിയിട്ടുള്ളത് അവിടെ നിർത്തിയിട്ട് പോയി ഒതു എടുത്തിട്ട് വന്നിട്ട്
അതിന്റെ തൊട്ട് മുമ്പുള്ള സ്ഥലം മുതൽ തുടങ്ങണം. കാരണം ഒട്ടും നഷ്ടപ്പെട്ടു പോയിരിക്കാൻ വേണ്ടി ആ പോയിന്റിന്റെ എവിടെ വെച്ചാണോ നഷ്ടപ്പെട്ടത് അതിന്റെ പോയിന്റ് തൊട്ടിപ്പുറത്ത് വെച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം മുതൽ തുടങ്ങേണ്ട കാര്യം നിർബന്ധമില്ല. 7 തവാഫ് ചെയ്യുന്നതിന് പകരം ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾക്ക് 3 or 4 തവാഫ് കഴിഞ്ഞപ്പോ ഒന്നു നഷ്ടപ്പെട്ടു എങ്കിൽ പോയി ഒന്നു കൊടുത്തു വന്നതിന് ശേഷം ബാക്കിയുള്ളത് എന്ത് ചെയ്യാൻ മതി, പൂർത്തിയാക്കിയാൽ മതിയാകുന്നതാണ്. അപ്പൊ തവാഫ് ചെയ്യുന്നതിനും ഒന്നു നിർബന്ധമാണ്. എന്നാൽ സഈന് ഒന്നും നിർബന്ധമില്ല. ഇൻഷാല്ലാഹ് ഹജ്ജിന്റെ ബാബിൽ വരും. എന്നാലും സന്ദർഭോചിതമായി ഉണർത്തിയതാണ്. സഈ ചെയ്യുന്നതിന് നിർബന്ധം ഇല്ല. പിന്നെ ഖുർആൻ സ്പർശിക്കലും എടുക്കലും. ഖുർആൻ ശരീഫ് ഓതുന്നതിന് ഒന്നും നിർബന്ധമില്ല, കുഴപ്പമില്ല. ദിക്റാണ്. ഖുർആൻ ശരീഫ് ഓതലി അള്ളാഹുവിന്റെ ദിക്റാണ്. അത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഓതാം. ഖുർആൻ ശരീഫ് എപ്പോഴും ഓതാം. പക്ഷെ ഖുർആൻ ശരീഫ് എടുക്കുന്നതിനും അത് സ്പർശിക്കുന്നതിനും ഒന്നു നിർബന്ധമാണ്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറു. ശുദ്ധിയുള്ളവരല്ലാതെ അത് സ്പർശിക്കുകയില്ല എന്ന്, ഖുർആൻ ശരീഫ് സ്പർശിക്കാൻ പാടില്ലെന്ന് സൂറത്തുൽ വാഖിയയുടെ അല്ലാഹു തആല പ്രത്യേകം പറയുന്നുണ്ട്. ശുദ്ധിയുള്ളവരെ സ്പർശിക്കാൻ പാടില്ല, ഖുർആന്റെ പവിത്രതയുടെ പേരിലാണ്. അപ്പോ ഒന്നു ആവശ്യമാണ്. ഇൻ കേസ് ഖുർആനൊരു അഴുക്കൽ വീഴാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്തോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എടുക്കുന്നതിന് വിരോധമില്ല. ഖുർആൻ ശരീഫ് സ്പർശിക്കലും എടുക്കുന്നതിനും ഖുർആൻ ആവശ്യം, ഒന്നും ആവശ്യം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾ യാത്രയിലാണ്, ബാഗില് മുസഫ് ഉണ്ട്, ബാഗിൽ വേറെ കുറെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ ഉണ്ട്, ആ കൂട്ടത്തിൽ മുസഫ് വെച്ചിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ മുസഫ് എടുക്കുന്നതിന് കുഴപ്പമില്ല, തെറ്റില്ല, വിരോധമില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നു കണ്ടിന്യൂസ് ആയിട്ട് യാത്ര മുഴുവനിലും നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ മറ്റു സാധനങ്ങളുടെ കൂട്ടത്തിൽ ഖുർആൻ ശരീഫ് ഉണ്ടെങ്കിൽ അതിന് വിരോധമില്ല, അങ്ങനെ കൊണ്ടുപോകാവുന്നതാണ്, എടുക്കാവുന്നതാണ്. അല്ലാത്ത രംഗത്ത് ഖുർആൻ സ്പർശിക്കുന്നതിനും അതുപോലെ എടുക്കുന്നതിനും ഒന്നു നിർബന്ധമാണ്. പൊതുവെ ഒന്നു നമുക്ക് ഉണ്ടായിരിക്കൽ എപ്പോഴും ഒരു ആവശ്യമാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ ഉണർത്തിയിരുന്നു, നമ്മളെപ്പോഴും ദായിമുൽ ഒന്നു ആയിരിക്കാം, ഒന്നു ഉള്ള ആളായിരിക്കാം. ഒന്നു നഷ്ടപ്പെട്ടാലും കഴിയുന്നിടത്തോളം പെട്ടെന്ന് തന്നെ ഒന്നു എടുക്കുന്ന ഒരു പതിവ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഒന്നുമില്ല, ഒരു ഖുർആൻ ശരീഫ്, നമ്മൾ മുസ്ലിമാണ്, മുഅ്മിനാണ്, സത്യവിശ്വാസിയാണ്, ഖുർആൻ ശരീഫ് എടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ല. ഈ അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. എപ്പോഴെങ്കിലും നമുക്ക് ഖുർആൻ എടുക്കാൻ പറ്റണം, എപ്പോഴെങ്കിലും നമുക്ക് നമസ്കരിക്കാൻ പറ്റണം. അതുകൊണ്ട് മാക്സിമം ഒന്ന് നഷ്ടപ്പെട്ടാൽ കഴിയുമെങ്കിൽ ഒന്ന് ഉടനെ തന്നെ എടുത്തേക്കല് ഒരു പ്രധാനപ്പെട്ട ഇബാദത്തുമാണ്. അത് നമുക്കൊരു ആത്മാവിനും ശരീരത്തിനും ഒരു വിശുദ്ധി പ്രദാനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ആ ഒരു വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കാര്യമായിട്ട് സ്വാധീനിക്കും. നമ്മുടെ ശുദ്ധിയുള്ളവരാണെന്ന വിശ്വാസം, നമ്മുടെ ശരീരത്തിൽ അഴുക്കുണ്ട് എന്നൊരു വിശ്വാസം, ഒരു തോന്നൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ടൊരു അവസ്ഥ, എന്താ ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടാവില്ലേ? നജസ്സുണ്ട്, ചാണകമുണ്ട്, അതിൽ വേറെ എന്തെങ്കിലും ഉണ്ട്, നമ്മുടെ കാലിലായി അല്ലെങ്കിൽ കയ്യിലായി, ശരീരത്തിൽ നജസ്സായി, എന്താ ഒരു ചിന്ത എത്രമാത്രം മാനസികമായ ഒരു അവസ്ഥയിലേക്ക്, മോശമായ ഒരു അവസ്ഥയിലേക്കുള്ള കൊണ്ടെത്തിക്കും. അതുപോലെ വിശുദ്ധിയുടെ ചിന്ത നമുക്ക് മാനസികമായിട്ടൊരു ഉന്മേഷവും ഒരു വിശുദ്ധിയുടെ ചിന്തയും ഒക്കെ നമുക്ക് നൽകും. അത് നമുക്ക് വളരെ കൂടുതൽ മാനസിക ഉന്മേഷവും ഉല്ലാസവും ഒരു കോൺഫിഡൻസും ഒക്കെ കിട്ടുന്നതിന് കാരണമാണ്. അത് എപ്പോഴും നിലനിർത്തുന്നത് നല്ലൊരു കാര്യമാണ്, ഒരു പ്രധാനപ്പെട്ട ഇബാദത്ത്. അടുത്തത് ഹുഫ തടകലാണ്. അതായത് വുളുവിന്റെ രംഗത്ത് വുളുവെടുക്കുമ്പോൾ അതിന്റെ കൂടെ കാല് കഴുകുന്നതിന് പകരം ശരീരത്തിൽ കാലിൽ ധരിച്ചിരിക്കുന്ന ഹുഫയിൽ തടകിയാൽ മതിയാകുന്നതാണ്. അതായത് കാല് കഴുകേണ്ടെന്നർത്ഥം. സാധാരണ പോലെ സാധാരണ കൊടുക്കുന്ന പോലെ ഒന്നെടുത്തു. കാല് കഴുകേണ്ടതില്ല. കാലിൽ ഹുഫ ധരിച്ചിട്ടുണ്ടെങ്കിൽ, കാലുറ എന്ന് പറയുമ്പോൾ ഞാൻ അല്പം കൂടെ അതിനെ കുറിച്ച് പറയാം. ധരിച്ചിട്ടുണ്ടെങ്കിൽ താഴെ പറയുന്ന നിബന്ധന പ്രകാരമുള്ള കാലുറ ധരിച്ചിട്ടുണ്ടെങ്കിൽ
വിരല് വെള്ളത്തിൽ നനച്ചിട്ട് അതിൽ തടകിയാൽ മതിയാകുന്നതാണ്. അപ്പൊ അങ്ങനെ ഉള്ള കുഫ ധരിച്ചാല് അതിൽ തടയാം, കുറെ നേരത്തേക്ക് തടയാം. ശരി. വുളുവിൽ കാൽ കഴുകുന്നതിന് പകരം നിബന്ധന പ്രകാരമുള്ള ഹുഫയിൽ തടകിയാൽ മതിയാകുന്നതാണ്. നാളെ മുന്നോട്ട് എഴുതി കൊടുത്തിരിക്കുന്നത് നിബന്ധന പ്രകാരമുള്ള. അപ്പൊ അതിന് 5 നിബന്ധനകളും താഴെ പറഞ്ഞു. ഒന്ന്, ഹുഫ ധരിച്ചത് ഒന്നുകൂടി ആയിരിക്കണം. ഹുഫ എന്ന് പറയുന്നത് നമ്മൾ വേണമെങ്കിൽ തോല് കൊണ്ടുള്ള ഹുഫ, സാധാരണ രീതിയിലുള്ള സോക്സും മറ്റും അതിനുപയോഗിക്കാൻ പറ്റില്ല. താഴെ നിബന്ധനകൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കും. തോല് കൊണ്ടുള്ള ലെതർ അല്ലെങ്കിൽ റെക്സിൻ പോലുള്ള വസ്തുക്കൾ കൊണ്ടുള്ള ഹുഫ ആയിരിക്കണം ധരിക്കേണ്ടത്. അപ്പൊ അതിന് ചില നിബന്ധനകളുണ്ട്. ഹുഫ എന്ന് പറഞ്ഞ ഉദാഹരണത്തിന് ഇത് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ഏകദേശം ഒരു ഹുഫയുടെ രൂപത്തിലുള്ള സാധനമാണ്. പൂർണ്ണമായ നിബന്ധനകൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. ഇത് ഹുഫക്ക് പോലെ ചെരുപ്പ് പോലെ ധരിക്കുന്ന ഒരു സാധനമാണ്. തണുപ്പൊക്കെ വരുമ്പോൾ കാലിൽ ധരിക്കാവുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് പോരായ്മയുണ്ട്, ഇത് പൂർണ്ണമായ ഹുഫ ആയിട്ടില്ല. കാരണം ഈ ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി വരണം. കാലിന്റെ മടമ്പ് കാല് കണ്ണുകളുടെ മുകളിൽ മറയുന്ന രൂപത്തിലായിരിക്കണം. ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കണം. ഈ ചില ഷൂ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രൂപത്തിലായിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് തടയുന്നതെന്ന് കാണിക്കും. ഇതിപ്പോ പൂർണ്ണമായ ഹുഫ ആയിട്ടില്ല, കാരണം ഇത് ഇത്തരം വരെയുള്ളൂ. ഒരു ഷൂ പോലെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ മുകളിലേക്ക് കൂടെ വേണം. മടമ്പ് കാല് കണ്ണയുടെ ഭാഗം മറയുന്ന രീതിയിൽ പൊക്കം ഉണ്ടായിരിക്കും. അപ്പോ ഹുഫ ധരിച്ചത് ഒന്നുകൂടി ആയിരിക്കണം. അത് പൂർണ്ണമായ ഒന്നു എടുത്തതിന് ശേഷമായിരിക്കണം ഒരാൾ ഹുഫ ധരിക്കേണ്ടത്. പൂർണ്ണമായ ഒന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ഹുഫ ധരിച്ചിട്ടുള്ള ഒരു ഒന്നു ഉണ്ടായിട്ടുള്ളൂ, അതിന്റെ മുകളിൽ ഹുഫ ധരിച്ചാൽ പറ്റൂല. പൂർണ്ണമായും കാല് കഴുകുന്നത് ഉൾപ്പെടെയുള്ള പൂർണ്ണമായ രൂപത്തിൽ ഒന്നു എടുത്ത് അതിന് ശേഷമായിരിക്കണം ഹുഫ ധരിക്കേണ്ടത്. അപ്പൊ ആ ഹുഫ ധരിക്കുന്നതിനിടയിൽ ഒരാൾക്ക് ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ, ഒരു ഹുഫ ധരിച്ചു അടുത്ത ഹുഫ ധരിക്കുന്നതിന് മുമ്പ് ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ ഹുഫ ധരിക്കാൻ പറ്റൂല. അതാണ് പറഞ്ഞത്, പൂർണ്ണമായ ഒന്നുകൂടി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഹുഫ ധരിക്കേണ്ടത്. 2 കാലും കഴുകി സമ്പൂർണമായ ഒന്നുവെടുത്ത ഒരാൾക്ക് 2 കാലിലും ഹുഫ ധരിച്ച് പൂർണ്ണമായി കഴിഞ്ഞാൽ ഇനി കുറെ സമയത്തേക്ക് ഒന്നുവെടുക്കുമ്പോഴെല്ലാം കാല് കഴുകുന്നതിന് പകരം ഈ ഹുഫയിൽ വിരല് കൊണ്ട് വെള്ളം നനച്ചിട്ട് വിരല് കൊണ്ട് തടകിയാൽ മതിയാകുന്നതാണ്. കാല് കഴുകേണ്ടതില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതാണ് അതിനർത്ഥം. അപ്പൊ ഒന്നുകൂടി ആയിരിക്കും. 2, കാൽപാദങ്ങൾ ഞെരിയാണി ഉൾപ്പെടെ മറക്കുന്ന ഹുഫ ആയിരിക്കണം. ഞെരിയാണിയുടെ 2 ഭാഗങ്ങൾ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന കാലിന്റെ പാദത്തിന്റെ മുകളിൽ അങ്ങോട്ട് സൈഡിലേക്ക് ഉയർന്നു നിൽക്കുന്ന ആ എല്ലിന്റെ ഭാഗം മറയുന്ന, അതായത് നമ്മൾ ഒതുവെടുക്കുമ്പോൾ കാല് കഴുകുന്നത് എന്തോരം വേണം, കണ്ണ ഉൾപ്പെടെ കഴുകണമല്ലോ, ആ ഭാഗം മുഴുവനും മറയുന്നതായിരിക്കും. കാൽപാദങ്ങൾ ഞെരിയാണി ഉൾപ്പെടെ മറയ്ക്കുന്ന ഹുഫ ആയിരിക്കണം. 3, ഹുഫ ശുദ്ധിയുള്ളതായിരിക്കണം. നജസുള്ള അഴുക്കുള്ള ഹുഫ ആകാൻ പാടില്ല. ഇവൻ ധരിച്ചിരിക്കുന്ന ഹുഫ കുറച്ചങ്ങോട്ട് നടന്നപ്പോ അതിനകത്ത് നജസായി അഴുക്ക് പറ്റി, ഈ ഹുഫയിൽ തടകാൻ പറ്റൂല. കാരണം നമസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വൃത്തിയും ശുദ്ധിയും തഹാറത്തും ഒക്കെ ആവശ്യമാണല്ലോ. അവന് ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ്സൊന്നും ആകാൻ പാടില്ല. ഹുഫയുടെ വിഷയത്തിൽ ഹുഫ തടകുന്നതിനും ഈ നിബന്ധന ഉണ്ട്. ഹുഫ ശുദ്ധിയുള്ളതായിരിക്കും. 4, തോല് പോലുള്ള വെള്ളം അകത്തേക്ക് കയറുന്നത് തടയാൻ കഴിയുന്നതായിരിക്കും. വെള്ളം അകത്തേക്ക് കയറുന്നത് തടയാൻ. ഉദാഹരണം, നമ്മൾ ഹുഫ ഇട്ടിട്ട് ഒരു വെള്ളമുള്ള പ്രതലത്തിൽ ചവിട്ടിയാല് വെള്ളം അതിലൂടെ അകത്തേക്ക് കാലിലേക്ക് ആ വെള്ളം കയറുന്ന ഒരവസ്ഥ, അതുപോലെ തുണി കൊണ്ടുള്ളതോ ഒക്കെ ആണെങ്കിൽ, കട്ടി കുറഞ്ഞ തുണി കൊണ്ടുള്ളതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഹുഫ നമുക്ക് ധരിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം അതിന്റെ മുകളിൽ ഒഴിച്ചാൽ അത് അതിന്റെ ഇടയിലൂടെ കാലിലേക്ക് വെള്ളം എത്തുന്നുണ്ട് എങ്കിൽ ഈ ഹുഫ ധരിച്ചാൽ പറ്റുകയില്ല. അപ്പൊ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ നമ്മുടെ സോക്സ് പോലുള്ളത് ധരിക്കാൻ പറ്റും, മതിയാവില്ല. സോക്സിന്റെ മുകളിൽ ചില ആളുകളൊക്കെ തടകാറുണ്ട്. ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ കാണുമ്പോൾ അറബികളൊക്കെ ചിലർ അതിനകത്ത് തടകാറുണ്ട്. പക്ഷെ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഉപയോഗിച്ചിട്ടുള്ള ഹുഫ അല്ല അത്.
അവർ ഉപയോഗിച്ചിട്ടുള്ള തോല് കൊണ്ടുള്ളതോ അല്ലെങ്കിൽ അതുപോലുള്ള കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ടുള്ള ഹുഫയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഹുഫയിലാണ് നബിയും സഹാബത്തും തടകി നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് തന്നെ വേണം എന്ന് തന്നെയാണ് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്. അഞ്ചാമത്തത് ധരിച്ചുകൊണ്ട് തുടർച്ചയായി നടക്കാൻ പറ്റുന്ന ഹുഫയായിരിക്കും. നമ്മൾ കാൽ ഹുഫ ധരിച്ചു, അപ്പൊ നടക്കുമ്പോൾ അത് പൊട്ടിപ്പോയി, അങ്ങനെയുള്ള അവസ്ഥ വരാൻ പാടില്ല. സ്ട്രോങ് ആയിരിക്കണം. നമ്മള് ലെതർ അല്ലെങ്കിൽ പിന്നെ റെക്സിൻ പോലുള്ള സ്ട്രോങ് ആയ മെറ്റീരിയൽ കൊണ്ടുള്ള ഹുഫ ആയിരിക്കും. അതും പ്രത്യേകിച്ച് നിബന്ധനയാണ്. ഇനി ഹുഫ എത്ര കാലത്തേക്ക് നമുക്ക് തടയാൻ പറ്റും? ഹുഫ തടകുന്നതിന് കാലാവധി ഉണ്ടോ? കാലാവധി ഉണ്ട്. കാലാവധി എത്രയാണ്? യാത്രക്കാരനെ സംബന്ധിച്ചോളം നാട്ടിൽ നിൽക്കുന്ന ഒരാൾ, ഇപ്പൊ നമ്മൾ നാട്ടിലാണ്, ഇപ്പൊ നമുക്ക് 24 മണിക്കൂർ ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്താം. സുബൈക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് 5 മണിക്കാണ് ഹുഫ ധരിച്ചത്. അടുത്ത ദിവസം 5 മണിക്ക് തൊട്ട് മുമ്പ് വരെയുള്ള 24 മണിക്കൂർ നമുക്ക് അതിനിടയിൽ എടുക്കുന്ന എല്ലാ ഒന്നുവിലും ഇതേപോലെ കാല് കഴുകാതെ ഹുഫയുടെ മുകളിൽ തടകിയിട്ട് ഒന്നു എടുക്കാവുന്നതാണ്. ഒരു ദിവസത്തേക്ക് 24 മണിക്കൂർ. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം 3 ദിവസത്തേക്ക് ഈ ആനുകൂല്യമുണ്ട്. 3 ദിവസം അവര് യാത്രയിൽ ഇത് ആവശ്യമാണ്, എപ്പോഴും അഴിക്കാനൊന്നും പറ്റൂല. അപ്പോ അതുകൊണ്ട് 3 ദിവസത്തേക്ക് ഈ ആനുകൂല്യം അവന് നൽകപ്പെടുന്നതാണ്. 3 ദിവസം. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഹുഫ അഴിക്കണം. അഴിച്ചിട്ട് പൂർണ്ണമായ ഒന്നും എടുക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിനുശേഷമേ ഹുഫ ധരിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ ഹുഫ ധരിക്കാന്നർത്ഥം. ഹുഫ ധരിച്ചിട്ട് ഹുഫയിൽ തടകാം. 24 മണിക്കൂറത്തേക്ക് ഇതില് നാട്ടിൽ താമസിക്കുന്ന യാത്രക്കാരല്ലാത്തവരെയാണ് നമ്മൾ നാട്ടിൽ താമസിക്കുന്നത് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത്. സ്വന്തം ദേശത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുന്ന യാത്രക്കാരൻ എന്നതിന്റെ ഹുക്കുമിൽ വരാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ദിവസവും എന്താവും ഇത് അനുവദിക്കാവുന്നത്. ഹുഫ തടകുന്ന രൂപം വേണമെങ്കിൽ നമുക്കൊന്ന് കാണിക്കാം. ഹുഫ കാലില് ഇപ്പൊ നമ്മൾ ധരിച്ചിരിക്കുന്ന അവസ്ഥയാണ് സങ്കല്പിക്കുക. ഇതിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന കണ്ണ 2 കഴുകൽ നിർബന്ധമായ ഭാഗം മുഴുവനും മറയുന്നതായിരിക്കണം. അപ്പൊ തടകുന്നത് കാല് ഹുഫ ധരിച്ചിരിക്കുകയാണ്. കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം നനച്ചെടുത്തു. ഒരു ഗ്ലാസ്സിലോ പാത്രത്തിലോ വെള്ളമുണ്ട്, അതിങ്ങനെ നനച്ചെടുത്തിട്ട് ഇങ്ങനെ തടകാം. ഹുഫയുടെ ആ വിരൽ മുതൽ വിരലിന്റെ ഭാഗത്ത് കൈ വെച്ചിട്ട് അതിങ്ങനെ കൊണ്ടുവന്നിട്ട് മുകളിൽ ആ പാദത്തിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യാം, ഉയർത്തിക്കൊണ്ടുപോകാം. അതുപോലെ ഇത് വലത്തെ കൈ കൊണ്ട് ചെയ്യാം. ഇനി ഇടത്തെ കൈ കൊണ്ട് ഇവിടെ മുതൽ ഇതിന്റെ താഴ്ഭാഗം മുതൽ ഇങ്ങനെ വെള്ളം നനച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് കുടയാം. ഒരുപാട് വെള്ളം ആവശ്യമില്ല, ഈർപ്പത് മതി, നനവ് മതി. ആ നനവ് കൊണ്ട് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ തടകി ഈ അറ്റം വരെ എത്തിക്കാം. ഇതാണ് ഹുഫ തടകുന്ന രീതി. ഒന്നുകൂടെ കാണിക്കാം. വലത്തെ കൈ കൊണ്ട് നനച്ചിട്ട് ഇങ്ങനെ ചെയ്യാം, തടങ്ങണം മോൾ ഭാഗം. ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം കൈ നനച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം, കൊണ്ടുവരും. അപ്പൊ ഹുഫയുടെ ഇതാണ് അതിന്റെ പൂർണ്ണമായ രൂപം. അപ്പൊ ഒരാള് എന്ത് ചെയ്തോ, മുകൾ ഭാഗം മാത്രം തടയും, കുഴപ്പമില്ല. പക്ഷെ താഴ്ഭാഗം മാത്രം തടയാൻ മതിയാകും. മുകൾ ഭാഗം മാത്രമാണ് തടയുന്നതെങ്കിൽ കുഴപ്പമില്ല, പൂർണ്ണമായി. അത്രയേ ഉള്ളൂ നിർബന്ധം. പക്ഷെ ഇതുകൂടെ തടകല് സുന്നത്താണ്. അതല്ലാത്തതിന്റെ അരികു തടകി അല്ലെങ്കിൽ പുറകു മാത്രം തടകി താഴ്ഭാഗം തടകി ഇത് മാത്രം കൊണ്ട് ഒതുക്കിയാൽ തടകൽ ശരിയാണ്. ഇനിയിപ്പോ ഒരാളെന്ത് ചെയ്തു, ഉപ്പയുടെ അകത്തൂടെ കൈയിട്ട് നനച്ചിട്ട് ഇങ്ങനെ ഇതിന്റെ ഉൾഭാഗത്ത് തടകി ഇതും എന്താവൂല, മതിയാകുകയില്ല, ശരിയാകുകയില്ല. അപ്പോ പൂർണ്ണമായ നിലയിൽ ഇങ്ങനെ ഉപ്പ തടകി എടുത്ത ഒന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. നമസ്കാരം ഒന്നിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ചെയ്യാം. ഇനി ഹുഫ ധരിക്കൽ അസാധുവാകുന്ന ചില സാഹചര്യങ്ങളുണ്ട്, പറ്റില്ലാത്തത്. ഹുഫ കീറിപ്പോവുക, പിന്നെ ആ ഹുഫ ഉപയോഗിക്കാൻ പറ്റില്ല, തടകാൻ പറ്റില്ല. ഹുഫ അഴിക്കുക, ഈ പറഞ്ഞ കാല അളവിനകത്ത്. ഉദാഹരണമായിട്ട് യാത്രക്കാരല്ലാത്തവർക്ക് 1 ദിവസവും യാത്രക്കാരന് 3 ദിവസമാണ്
എന്ത് ചെയ്തിട്ടുള്ളത് അനുവാദം ഉള്ളത്. ഈ കാലയളവിനിടയിൽ ഒരാൾ ഹുഫ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അത് ധരിച്ചിട്ട് തടകാൻ പറ്റൂല. പിന്നെ അഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി ഒന്നു കൊടുത്തതിന് ശേഷം അതോടുകൂടെ ധരിച്ചിട്ട് പിന്നെ വീണ്ടും അടുത്ത പീരീഡ് ഒരു ദിവസം അല്ലാത്തവർക്ക് ഒരു ദിവസവും യാത്രക്കാരന് 3 ദിവസവും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും. എത്ര ദിവസത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഹുഫ തടകാം. പക്ഷെ 3 ദിവസമാകുമ്പോൾ യാത്രക്കാരൻ അഴിച്ച് ഒന്നു കൊടുത്തിട്ട് ധരിച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എത്ര ദിവസം കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ല. നാട്ടിൽ താമസിക്കുന്ന ആള് ഒരു ദിവസത്തിലൊരിക്കൽ ഹുഫ അഴിച്ചിട്ട് പൂർണ്ണമായി ഒന്നു കൊടുത്തിട്ട് ധരിച്ചിരിക്കും. മേൽപ്പറഞ്ഞ കാലാവധി പൂർത്തിയാകില്ല. അതായത് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം 3 ദിവസം പൂർത്തിയായി, അതുപോലെ നാട്ടിൽ താമസിക്കുന്ന യാത്രക്കാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം 1 ദിവസം പൂർത്തിയായി. ഈ സാഹചര്യത്തിൽ ഹുഫ അഴിക്കണം, പിന്നെ തടകാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. മറ്റൊരു കാര്യം, കുളി നിർബന്ധമാകുക. കുളിക്കൽ നിർബന്ധമാകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ഹുഫ ധരിച്ചുകൊണ്ട് കുളി പൂർത്തിയാക്കാൻ പറ്റൂല. ഹുഫ അഴിച്ച് കുളിച്ചതിന് ശേഷം രണ്ടാമത് എന്ത് ചെയ്യണം? ഹുഫ ധരിക്കേണ്ടതാണ്. ഹുഫ ധരിക്കേണ്ടത് എങ്ങനെ എന്നൊരു ഭാഗം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹുഫയുടെ മുകൾ ഭാഗം, താഴ്ഭാഗം, മടമ്പിന്റെ ഭാഗം എന്നിവ തടകൽ സുന്നത്താണ്. എന്നാൽ മുകൾ ഭാഗം മാത്രം തടവിയാൽ മതിയാകുന്നതാണ്. തടകാൻ തന്നെ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ശറഅ് നിശ്ചയിച്ച കാര്യങ്ങളാണ്. അത് തടകാൻ നമ്മളോട് പറഞ്ഞു, നമ്മൾ തടകുന്നു. കഴുകുന്നതിൽ കാൽപാദത്തിന് തണുപ്പൊക്കെ കിട്ടും. മനസ്സിലായില്ലേ? പക്ഷെ ഇത് ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെങ്കിലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു വുളുവിന്റെ പൂർത്തീകരണത്തിന്റെ രീതിയാണ്. അത് നമ്മൾ എന്ത് ചെയ്തു? സ്വീകരിക്കും. വുളു എടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് മുഖവും കൈകാലുകളും ഒക്കെ കഴുകുമ്പോൾ അതിലൂടെ നിസ്കരിക്കുന്നതിന് മുമ്പാണ് സാധാരണഗതി നമ്മൾ വുളു എടുക്കുന്നത്. അപ്പൊ ഒരു പ്രത്യേക ഉണർവ് നമുക്ക് അതിലൂടെ കിട്ടും. ഇപ്പൊ സാധാരണഗതിയിൽ ഞാനിപ്പോ ഹുഫ തടകുന്ന കാര്യം വന്നപ്പോ ഓർമ്മ വന്നപ്പോ ആ കാര്യം ഒന്ന് നിർത്തുകയാണ്. വുളുവിൽ പറയേണ്ട കാര്യമായിരുന്നുവെങ്കിലും. അപ്പോ അതുകൊണ്ട് നമുക്കൊരു പ്രത്യേക ഉണർവ് കിട്ടും. ഉദാഹരണമായിട്ട് ഒരാള് ബോധം കെട്ട് വീണു, ബോധം നഷ്ടപ്പെട്ടു ഒരാള്, നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് വെള്ളം എടുത്ത് അയാളുടെ മുഖത്ത് തെറിപ്പിക്കാറുണ്ട്, കുടയാറുണ്ട്. അപ്പൊ അയാൾ ഉണർവ് കിട്ടും. ഇപ്പൊ എന്ന് പറഞ്ഞതുപോലെ മുഖത്തും കൈകാലുകളിലും പഞ്ചപുച്ഛങ്ങളിലും വെള്ളം എത്തുന്നത് കൊണ്ട് ഒരു പ്രത്യേക ഉണർവ് സത്യവിശ്വാസിക്ക് കിട്ടും. ആ ഉണർവോടെ വേണം അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് അവന്റെ ഏറ്റവും വലിയ ഇബാദത്താകുന്ന നമസ്കാരം അള്ളാഹുവിന് മുമ്പിൽ നിർവഹിക്കാൻ. ആ ഉണർവ് അവന് ആവശ്യമാണ്. ആ ഉണർവ് അവന്റെ ആ നനവ് 5 പുച്ഛങ്ങൾ, പഞ്ചപുച്ഛം, മുഖം, 2 കൈകള്, 2 കാലുകൾ, 5 പുച്ഛങ്ങളാണ്. അതുകൊണ്ടാണ് പഞ്ചപുച്ഛം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാഗത്തെല്ലാം വെള്ളം എത്തുമ്പോൾ ആ നനവ് എന്ത് ചെയ്യും? സിരകളിലൂടെ അവന്റെ ഹൃദയത്തിലേക്കും ശരീരമാസകലം അത് സഞ്ചരിക്കും. ആ നനവിന്റെ എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു പ്രത്യേക ഉണർവ് കിട്ടിയിട്ട് ആ ഉണർവോടുകൂടെ റബ്ബുൽ ആലമീനായ പടച്ചവന്റെ മുമ്പിൽ നിന്ന് ഉണർവോടുകൂടെ, ശ്രദ്ധയോടുകൂടെ, ഭയഭക്തിയോടുകൂടെ താൻ ഓതുന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട്, താൻ ചെയ്യുന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് റുക്കൂഅ് അള്ളാഹുവിന് മുമ്പിൽ കുനിഞ്ഞിരിക്കുകയാണ്. സുജൂദ് അള്ളാഹുവിന് മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുകയാണ്. എല്ലാ അവയവങ്ങളും അള്ളാഹുവിന് മുമ്പിൽ വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യാണ് എന്ന ആ ചിന്തയും ബോധവും കൂടുതലായിട്ട് കിട്ടുക എന്നുള്ള ഒരു ഹിക്മത്ത്, ഒരു ലക്ഷ്യമാണ് വാസ്തവത്തിൽ. അതിന്റെ തത്വം, ഒരു ഹിക്മത്താണ് വാസ്തവത്തിൽ വുളുവിന്റെ ഈ കാര്യത്തിലുള്ളത്. പക്ഷെ നമ്മൾ ഹുഫയിൽ തടക്കുമ്പോൾ ഒരു പക്ഷെ അത് കിട്ടുന്നില്ലെങ്കിലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുഫ തടകി നമ്മളെ കാണിച്ചു തന്നു, സഹാബത്ത് ഹുഫ തടകി നമ്മളെ കാണിച്ചു തന്നു. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ദീൻ എന്ന് പറയുന്നത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ദീൻ എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഹുഫയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ദീനിനെ ബുദ്ധി കൊണ്ട്, നിന്റെ ചെറിയ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല അള്ളാഹുവിന്റെ ശരീഅത്തിനെ, അള്ളാഹുവിന്റെ നിയമങ്ങളെ. അതെന്താണ് വന്നത്, ഇതെന്താണ് ഇങ്ങനെ വന്നത് എന്താണ് നിന്റെ ബുദ്ധി കൊണ്ട് വലിയ ശരീഅത്തിനെ, അള്ളാഹുവിന്റെ ദീനിനെ അളക്കാൻ നീ ശ്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗകാൻ ദീനു ബിൽ അഖ്ലി ലകാൻ അസ്ഫലുൽ ഖുഫി അഅലാ മിനൽ മസ്തി മിൻ അഅലാ. അഥവാ ദീനിന്റെ കാര്യങ്ങൾ നീ ബുദ്ധിയുടെ അളവ് കൊണ്ട് അളന്നാണ് നിർണ്ണയിക്കുന്നത്, തീരുമാനിക്കുന്നത്, അഥവാ ഉൾക്കൊള്ളുന്നതെങ്കിൽ ഹുഫ തടകുന്നത് നബിതങ്ങൾ കാണിച്ചത് മോളിൽ തടകാനാണ്. അത് മോളിൽ മാത്രമായാലും മതിയാവും, താഴെ വേണമെന്നില്ല. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറയാണ്, അഥവാ തടകുന്നത് വൃത്തിക്കും ശുദ്ധിക്കും വേണ്ടിയാണെങ്കിൽ ഹുഫയുടെ താഴ്ഭാഗത്താണല്ലോ പൊടിയും മണ്ണും ഒക്കെ ഉണ്ടാവുന്നത്, അത് തടയിക്കളയല്ലേ വേണ്ടത്, മോൾ ഭാഗത്തല്ലല്ലോ തടകേണ്ടത്. അതുകൊണ്ട് നീ ദീനിനെ
എന്ത് ചെയ്യരുത്? ബുദ്ധി കൊണ്ട് അളക്കാൻ ശ്രമിക്കരുത്. അത് നിന്റെ അളവ് പോലും വളരെ ബലഹീനമായ അളവ് പോലാണ്. അള്ള നൽകിയ ഈ പരിമിതികളുള്ള ബുദ്ധിയാണ് നിന്റേത്. അതുകൊണ്ട് പരിമിതികളില്ലാത്ത വിശാലമായ പരിശുദ്ധമായ അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ നമുക്ക് തന്ന പരിശുദ്ധമായ ദീനിനെ അതുകൊണ്ട് അളക്കാൻ ശ്രമിക്കരുത് എന്ന് അള്ളാഹുവിന് പറഞ്ഞ ഒരു വിഷയം ഞാനിപ്പോ പ്രത്യേകം ഉണർത്തുക. അപ്പൊ ഖുഫയുടെ വിഷയത്തിലാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ട് അടുത്ത നമ്മള് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇത് ഉൾപ്പെടുത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കും. ക്ലാസ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ഫിഖിന്റെ ക്ലാസ് എന്ന് പറയുമ്പോ സാധാരണഗതിയിൽ നസീഹത്തൊക്കെ ചെയ്യുന്ന പോലെ വാദ് പറയുന്ന പോലെ ഒരു രസം കൂടുതൽ ഉണ്ടാവൂല. ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. പിന്നെ അത്ര രസകരമായിട്ട് സംസാരിക്കാനും എനിക്കറിയില്ല. ഒരു സാധാരണഗതിയിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കാം. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ്